ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓസ്കാർ ഫോട്ടോഗ്രാഫി ചെറുപുഴ. പ്രിയമുള്ളവരെ, നമ്മളിവിടെ കൂടിയത് വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് സംസാരിക്കാനാണ്. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ അടുത്ത ദിവസം നടന്ന 12,000 പേരുടെ ഡാൻസ് നോക്കുമ്പോ ഒരു ഗിന്നസിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ അതിന്റെ പുറകിൽ മറിഞ്ഞ കോടികളുടെ ബിസിനസ് അതാരും കാണുന്നില്ല. അതിനേക്കാളും ഉയർന്ന് ചിന്തിക്കേണ്ട കാലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കേവലം നമ്മളിപ്പം ഒരു ആചാരത്തിന്റെ ഭാഗമായി കാണുന്ന പൊങ്കാല പോലും 12 ലക്ഷം പേര് പൊങ്കാല ഇടുമ്പോൾ 12 ലക്ഷം കലങ്ങൾ ചെലവാകുന്നു, 12 ലക്ഷം കിലോ അരി ചെലവാകുന്നു, 12 ലക്ഷം സാരി ചെലവാകുന്നു. അതോടൊപ്പം തന്നെ എന്തിന് അവിടെ ആ കലം വെക്കുന്ന അതിനു വേണ്ടിയ ഒരു അടുപ്പ് കെട്ടാൻ വേണ്ടി 36 ലക്ഷം ഇഷ്ടിക ചെലവാകുന്നു. മിനിമം കാര്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് എത്രയായിരം കോടിയുടെ ബിസിനസ്സുകളാണ് ഓരോ കാര്യത്തിലും നടക്കുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഈ കഴിഞ്ഞ ക്രിസ്മസിന് തൃശൂർ നഗരത്തെ 5000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള 5000 അല്ല 16,000 പേര് 16,000 പേർക്കുള്ള ഡ്രസ്, ആ ഒരു തൊപ്പി, മുഖം മൂടി, ആ ഒരു കോസ്റ്റ്യൂം, അതിനുള്ള ഷൂവ്, കാര്യങ്ങള് ഒക്കെ ആയിട്ട് എത്ര കോടി രൂപയുടെ ബിസിനസ് സാധ്യതകളാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നോക്കുമ്പം ആചാരമാണ്, നല്ലതാണ്, എല്ലാം ഇതിലൊന്നും മോശം ഞാൻ പറയുന്നില്ല. നമ്മളും ആ ബിസിനസ് ലക്ഷ്യം കണ്ടെത്തണം. അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിൽ ലക്ഷ്യം പണമാണ്. അല്ല, നമ്മൾ ബിസിനസ് ആണല്ലോ ചെയ്യുന്നത്. ബിസിനസ് ചെയ്യുന്നത് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എത്ര കോടി രൂപ അതിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളൊരു പ്ലാൻ ചെയ്ത പ്രകാരമാണെങ്കിൽ നമ്മളിപ്പം 7 സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു വ്യായാമ മുറ 50,000 പേരെ ഒരേ സമയം പങ്കെടുപ്പിച്ചുകൊണ്ട് ഗിന്നസ് റെക്കോർഡാണല്ലോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ലോക റെക്കോർഡ് ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാമിന് നമുക്ക് ഈ ഒരു തൊപ്പി വിൽക്കുമ്പോൾ പോലും ഒരു 150 രൂപ നമ്മുടെ പോക്കറ്റിലിരിക്കും. ഈ എംബ്ലം വെച്ച നമ്മളുടെ തൊപ്പി പ്രത്യേകിച്ച് ഇന്ത്യ റെക്കോർഡ്സിലേക്കാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഈ തൊപ്പി ഇത് മാത്രം കൊടുത്താൽ പോലും നമുക്ക് ഒരു തൊപ്പിയിൽ നിന്ന് 150 രൂപ വെച്ച് 50,000 തൊപ്പിയിൽ നിന്ന് എത്ര പൈസ വരും, എത്ര കോടി വരും എന്നുള്ളത് കണക്ക് ഓരോ കാര്യങ്ങളിലും നോക്കിക്കോളൂ. ഇതേലല്ല, മൊത്തത്തിൽ ആ ജേഴ്സി വേണം. അതേല് നമ്മള് ഈ എംബ്ലങ്ങളും കാര്യങ്ങളും ഇതിന്റെ റെക്കോർഡ്സിന്റെ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് അത് ചെയ്യും. ഒരു യൂണിഫോമിറ്റി ഉണ്ടാവണമല്ലോ. ആ ട്രാക്ക് പാന്റിന് ഒരു ഇതുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും 100 രൂപ വിലയുള്ള ജേഴ്സി നമ്മൾ കൊടുക്കുമ്പോൾ 300 രൂപയ്ക്കേ കൊടുക്കുള്ളൂ, 200 രൂപ അവിടെ ലാഭം. ട്രാക്ക് പാന്റ് കൊടുക്കുന്നത് 150 രൂപയുടെ ട്രാക്ക് പാന്റ് നമ്മൾ 500 രൂപയ്ക്കാണ് കൊടുക്കുന്നത്, 350 രൂപ ലാഭം. നമ്മൾ ട്രാക്ക് ഷൂ കൊടുക്കുന്നത് 1000 രൂപയ്ക്ക് കൊടുക്കും, അത് നമുക്ക് 200 രൂപ ഹോൾസെയിലിൽ നമുക്ക് വില വരുള്ളൂ. അപ്പൊ ഈ ഹാറ്റ്, അതുപോലെ തന്നെ റിസ്റ്റ് ബാൻഡ് തുടങ്ങിയ സാധനങ്ങൾ, ഇതുമായിട്ട് വരുന്ന എക്യുപ്മെന്റ്സ് മാത്രം നമ്മൾ വിൽക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് പ്രകാരം നമ്മളിപ്പോ കണക്കൂട്ടിയത് പ്രകാരം ഒരു 10 കോടി രൂപ നമുക്ക് ലാഭം ആ ഒരു പരിപാടിയിൽ. 360 രൂപയ്ക്ക് കല്യാൺ സിൽക്സ് കൊടുത്ത ആ സാരി 1600 രൂപയ്ക്കാണ് സംഘാടകർ കൊടുത്തത്. അപ്പൊ നമ്മളുടെ പ്രൊഡക്റ്റിന് എത്ര വിലയിടണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഓർഡർ കൊടുത്തവരാണ് തീരുമാനിക്കുന്നത് ഇതിന് എത്ര വിലയിടണം. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്കൊരു 10 കോടി രൂപ ഈ കോസ്റ്റ്യൂംസിൽ നിന്ന് മാത്രം നമുക്ക് അതിൽ ലാഭം കിട്ടും. പിന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ ഫീസ്. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിൽ ഒറ്റ ദിവസം കൊണ്ട് വ്യായാമ മുറകൾ പഠിക്കുകയും ചെയ്യും. അവര് ലോക റെക്കോർഡിന്റെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുമല്ലോ. കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അത് കിട്ടുന്നത് 5000 രൂപ അതിന് മുടക്ക്. ചുരുക്കം പറഞ്ഞാൽ ഒരു 5000 രൂപ 50,000 പേരുടെ 25 കോടി രൂപ തോന്നില്ലേ. നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിന്റെ രജിസ്ട്രേഷൻ ഫീസിൽ 25 കോടി രൂപയും കോസ്റ്റ്യൂംസിൽ ഒരു 5 കോടി രൂപയും ലാഭമാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി അവിടെ പരസ്യം ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും പബ്ലിസിറ്റിക്കും ഒക്കെ വേണ്ടിയിട്ട് കോടികൾ മുടക്കാൻ ഇവിടുത്തെ കമ്പനികള്, സ്പോൺസേഴ്സ് ഇഷ്ടംപോലെ ഉണ്ടാവും. കൊച്ചി മെട്രോയില് 50% ഇളവിലാണ് ലോക്നാഥ് ബെഹ്റ അവിടെ ടിക്കറ്റ് കൊടുത്തത്. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിച്ച് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ സർക്കാർ പോലും അറിയാതെ നമുക്ക് ഇളവുകളാണ് കിട്ടുന്നത്. അപ്പൊ ഇതിൽ നിന്ന് വരുന്ന ലാഭം വീതിച്ചെടുക്കാൻ വേണ്ടി ഇതിന്റെ ബിസിനസ് സീക്രട്ട് ഒന്നും പുറത്തേക്ക് പോകരുത്. നമ്മൾ 3 പേര് മാത്രമാണ് ഇതിന്റെ അതോറിറ്റി. കഴിഞ്ഞ പ്രാവശ്യം പറ്റിയ പോലത്തെ വലിയ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി വല്ല മുളയിലും വെച്ച് കിട്ടിയിട്ട് ചെയ്യണമെന്ന് മാത്രം. അതൊന്നും വലിയ കാശ് മുടക്കാൻ നമുക്കില്ല. ലാഭം പരമാവധി ഊറ്റുകയെന്നേ ഉള്ളൂ. അതിനുവേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോലും നമുക്കൊരു എക്സ്ട്രാ ഒരു ആംബുലൻസ് പോലും അവിടെ സംഘടിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിലെ പൈസ പോകുന്ന കാര്യമാണ്. MP അതിന്റെ ഒരു സംഘാടകനായിട്ട് മുമ്പിലുണ്ടാവണം. തീർച്ചയായിട്ടും. പിന്നെ ഉദ്യോഗസ്ഥ ലെവലിൽ IAS-കാരനായ രാജൻ നമുക്കുണ്ട്. ഉണ്ട്. ബിസിനസ് രംഗത്ത് ഞാനുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു കൂട്ടായ്മയാണ്. അതായത് ഉദ്യോഗസ്ഥർ വേണം, രാഷ്ട്രീയ നേതാക്കന്മാർ വേണം, അതുപോലെ തന്നെ ബിസിനസിന്റെ
അപ്പൊ ബിസിനസിന്റെ കാര്യങ്ങൾ നമുക്ക് വിട്ടേക്കുക, ഞാനെല്ലാം ചെയ്യാം. നമുക്കത് ഇതിനകത്ത് നമുക്ക് നടത്താൻ വേണ്ടി രാഷ്ട്രീയമായ ഒരു ഇടപെടൽ വേണ്ടി വരും. അല്ല, അതുകൊണ്ടാണല്ലോ എം പി മുന്നിൽ നിർത്തുന്നത്. കാര്യം പൂർണ്ണമായിട്ടും എം പി എന്ന നിലയിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അത് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ഈ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ട. ഡാൻസ് കേരളത്തിന്റെ അഭിമാനവും ഗിന്നസും ആയിരുന്നു ലക്ഷ്യമെങ്കിൽ ഇത് ഇന്ത്യയുടെയാണ്. അതുകൊണ്ടാണ് ഇതിൽ കണ്ടോ, ഇന്ത്യ നമ്മള് എംബ്ലം ചെയ്ത് കാര്യങ്ങള് ചെയ്ത് സംഭവം എല്ലാം ഇതാക്കി. ആ ഒരു ലക്ഷ്യത്തിൽ എല്ലാവരും കൂടെ ആയിരിക്കും, രാഷ്ട്രീയക്കാരുടെ, ബിസിനസ്സുകാരുടെ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ. നിങ്ങൾ IAS ടീം, കളക്ടർമാര്, ബാക്കി ഭരണതലത്തിലുള്ള എല്ലാ MD-മാര്, കാര്യങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഇവിടെ ഉണ്ടാവണം. അതല്ല ഈ 7 സ്റ്റെപ്സ് നമ്മുടെ പരിപാടിയുടെ പേര്. അതെ. അപ്പോൾ അതൊരു വ്യായാമ മറുപടിയാണ് നമ്മൾ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതൊരു അരമണിക്കൂർ കൊണ്ട് ആ പരിപാടി പ്രോഗ്രാം നടന്നു, അതിന്റെ ഷൂട്ടിംഗ് നടന്നു, ഫുള്ള് പ്രോഗ്രാം എല്ലാവരെ കൊണ്ട് ചെയ്യിക്കുന്നു, കാണിക്കുന്നു. ഗിന്നസ് ഒരാള് നിന്നിട്ട് ഇത് മോഡൽ കാണിക്കും, കുറെ ചുറ്റളവിൽ ആൾക്കാര് ചുറ്റും നിന്ന് ഇത് ആവർത്തിക്കും, അവരത് പഠിക്കുന്നു. നമുക്ക് മുടക്ക് കേവലം ഇതിന്റെ ചെറിയൊരു പബ്ലിസിറ്റി കാര്യങ്ങൾ. നമുക്കിപ്പോ ബിസിനസ് മീറ്റിംഗിന് വേണ്ടി ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കുന്ന ചെലവ്, നമുക്ക് ഇവിടെ കൂടാന്, ഫ്ലൈറ്റിന് പോകാന് വരാനൊക്കെയുള്ള ചെലവുകൾ, അങ്ങനെയൊക്കെ ഉള്ള ചെലവുകളേ ഉള്ളൂ. അതേസമയം നമ്മുടെ വരവ് 35 കോടി രൂപ നമ്മുടെ പോക്കറ്റിൽ. 35 ബിസിനസ് എന്നുള്ള രീതിയിൽ 15 കോടി ഇതിന് എഫർട്ട് കൂടുതൽ എടുത്തതും പ്ലാനിങ്ങും എന്റേതായതുകൊണ്ട് 15 കോടിയുടെ ലാഭം എനിക്ക്, 10 കോടി MPക്ക്, 10 കോടി MP എന്ന നിലയിൽ നിങ്ങൾ ഇതിനെല്ലാം ഒരു മുൻകൈ എടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. ഉദ്യോഗസ്ഥ തലത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നിങ്ങളുടെ ഒരു മേൽനോട്ടം, കാര്യങ്ങൾ, നിർദ്ദേശം എല്ലാം പോകണം. കാരണം ഇത് വിജയിപ്പിക്കേണ്ടത് നമ്മളുടെ നാടിന്റെ ആവശ്യമാണ്, രാജ്യത്തിന്റെ ആവശ്യമാണെന്നുള്ളതാണ് അറിയേണ്ടത്. 50,000 ഹാറ്റിന് ഓർഡർ ചെയ്തു, 50,000 ജേഴ്സി ഓർഡർ ചെയ്തിട്ടുണ്ട്, 50,000 ട്രാക്ക് ഷൂവിന് ചെയ്തിട്ടുണ്ട്. ഈ ലോക്കൽ അറേഞ്ച്മെന്റിന്റെ കാര്യങ്ങൾ നമുക്ക് നേരത്തെ വേണ്ട സാധനങ്ങളെല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞു. റിസ്റ്റ് ബാൻഡ് അടക്കം എല്ലാ സാധനങ്ങളും ലോഗോ ചെയ്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി പരസ്യം, പബ്ലിസിറ്റി കാര്യങ്ങളുടെ കുറെ കാര്യങ്ങൾ നമ്മൾ ചാനൽക്കാരുമായിട്ട് കാര്യങ്ങൾ ചെയ്തു. അപ്പൊ അത്തരം എഫർട്ട് ഞാൻ കൂടുതലായിട്ട് മുൻകൂട്ടി എടുക്കുന്നത് കൊണ്ടും ഇതുവരെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ടും ബിസിനസിന്റെ അവസാന അവലോകനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോ ഇനി ഒരു പത്രസമ്മേളനമൊക്കെ വിളിച്ച് നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങാം. ഇതൊരു വമ്പൻ പ്രോഗ്രാമായിട്ട് നടത്താം. വരും വർഷങ്ങളിൽ ഇതിനെ ചൂട് പിടിച്ചുകൊണ്ട് ഇതിനേക്കാൾ വലിയ പരിപാടി, ലക്ഷക്കണക്കിന് ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വേറൊരു പരിപാടി വീണ്ടും നമുക്ക് ചെയ്യാം. കോടികൾ കൊയ്തുകൊണ്ടേയിരിക്കാം. നമ്മുടെ കൂടെ ജനങ്ങൾ നിൽക്കും. നിർത്തണം. ലാഭം നമുക്കാണേലും ജനങ്ങൾക്ക് ഇതൊരു ആവേശമാണ്. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പ്രിയമുള്ളവരെ, പലപ്പോഴും ഗിന്നസ് എന്നും അല്ലെങ്കിൽ കൂട്ടായിട്ട് 10,000 പേരുടെ ഒരു ഡാൻസ് ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ അതിലൊരു ഭാഗമായാൽ ലോകം നേടി എന്നുള്ള ചിന്തയിൽ ഇല്ലാത്ത പൈസയൊക്കെ കൊടുത്ത് അവിടെ ആ വേഷം കെട്ടാനും അതിലൊരു ആളാകാനും ഭാഗമാകാനും ഒക്കെ എല്ലാവരും വ്യഗ്രത കാണിക്കാറുണ്ട്. ഇതിന്റെ എല്ലാം പുറകിൽ വമ്പൻ ബിസിനസ് മാഗ്നറ്റുകളുടെ വലിയൊരു തട്ടിപ്പ് പരമ്പര നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ പങ്കെടുക്കുന്നവർക്കൊരു സുരക്ഷയോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ തന്നെ അവരെ ഊറ്റി അവരുടെ പണം കൊണ്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരുടെ പള്ള വീർപ്പിക്കുവാൻ വേണ്ടി നമ്മൾ കാര്യമറിയാതെ നിന്നുകൊടുക്കരുത് എന്ന് മാത്രമാണ് ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട ഒരു കാര്യം. വീണ്ടും പുതിയൊരു വിഷയവുമായി കാണാം. പ്രോഗ്രാം ഏതുമാകട്ടെ, നിങ്ങളുടെ അമൂല്യ നിമിഷങ്ങളെ അനശ്വരമാക്കുവാൻ ഓസ്കാർ ഫോട്ടോഗ്രാഫി ചെറുപുഴ. വെഡിംഗ്, ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ, ഇനാഗുറേഷൻസ്, ബർത്ത്ഡേ പാർട്ടീസ്, ആനിവേഴ്സറി, ബേബി ഷവേഴ്സ്, ഇവന്റ്സ്, ഹൗസ് വാമിംഗ്, ഗെറ്റ് ടുഗദർ, പ്രോഗ്രാം ഏതുമാകട്ടെ, പ്രോഗ്രാം കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഫോട്ടോസ് പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ഓസ്കാർ ഫോട്ടോഗ്രാഫി ചെറുപുഴ. ലൈവ് ടെലികാസ്റ്റിംഗ്, ഫ്യൂണറൽ ഫംഗ്ഷൻ എന്നിവ ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു. ഫോൺ 9447778901.